ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ട കുമ്പളങ്ങയും പച്ചമുളകും അതൊക്കെ ഇവിടെ അമ്മ കൃഷി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വേറെയും പച്ചക്കറികളുണ്ട്, വെണ്ടക്ക, മത്തങ്ങ, പയർ, അങ്ങനെ കുറേ പച്ചക്കറികളുണ്ട്. അപ്പോൾ ഇനി വീഡിയോസ് ഇടുമ്പോൾ ഞാനത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങ കൊണ്ടൊരു മോര് കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുക്കറിലിട്ട് വേണ്ടിയ പച്ചമുളകും ഉപ്പും മഞ്ഞളും വെള്ളം ഒക്കെ ഒഴിച്ച് അടുപ്പത്ത് വെക്കണം. ഇനി അതിക്ക് വേണ്ടിയ തേങ്ങ പൊട്ടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് തേങ്ങ ചിരണ്ടി അതിക്ക് കുറച്ച് ചെറിയ ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് തൈരും ഒക്കെ ഇട്ട് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്തേ. എന്നിട്ട് വെന്ത് വന്ന കുമ്പളങ്ങയിലേക്ക് ആ അരപ്പ് ചേർത്തെടുത്തു. ഇനി കടുക് പൊട്ടിക്കാൻ വേണ്ടി വേറൊരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പച്ചമുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് ആ കറിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ കറി ഇവിടെ സെറ്റായി. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചോറ് വെക്കണേ. അതിനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഇറച്ചി വരട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഇറച്ചിയും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയ്ക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയ ആവശ്യമായിട്ടുള്ള എല്ലാ മസാലകളും അതിലേക്ക് ചേർത്തെടുത്തിരിക്കണം കേട്ടോ. കുറച്ച് മീറ്റ് മസാലയും കൂടി അതിൻ്റെ ഒപ്പം ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തെടുത്തിരിക്കണം. അപ്പോൾ അതും അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുപ്പത്ത് അതും വെച്ചു. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇങ്ങനെ തിളച്ച് വന്നിക്കണേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പപ്പടം കാച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് എണ്ണ ഒഴിച്ചു. അത് പപ്പടം പൊരിച്ചെടുക്കണ്ടേ. അങ്ങനെ ഓരോ പപ്പടം അങ്ങനെ പൊരിച്ചെടുത്തു ഒരു ബോക്സിലിട്ട് അത് അടച്ചു വെച്ചു കേട്ടോ. ഇത് നമ്മൾ ബീഫിക്ക് താളിച്ച് ചേർക്കണം കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളി കരിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ട് ബീഫിക്ക് ചേർത്തെടുത്ത് ഞാൻ അതിൻ്റെ വെള്ളം കുറച്ച് വറ്റിച്ചെടുത്തിട്ടു. അങ്ങനെ നല്ല അടിപൊളി ലഞ്ച് സെറ്റായിട്ടുണ്ട്. നല്ല ചൂട് ചോറും മോരുകറിയും ബീഫും പപ്പടും പയറും കഴിച്ച്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.